ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അമേരിക്കയ്ക്ക് ഉണ്ടായ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിയുടെ നഷ്ടങ്ങളാണ്. ഏറ്റവും ഒടുവിലായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടൊരു നഷ്ടത്തിന്റെ കണക്ക് കൂടി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനികമായ നിരീക്ഷണ ഡ്രോൺ തകർന്നതായിട്ട് ഇപ്പോൾ അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. US നേവിയുടെ നേവൽ സേഫ്റ്റി കമാൻഡ് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിലാണ് അമേരിക്കയുടെ MQ-4C ട്രൈറ്റൺ എന്ന് പറയുന്ന ഡ്രോൺ തകർന്നുപോയി എന്ന് അവർ സമ്മതിച്ചിരിക്കുന്നത്. ഈ ഡ്രോണ് എവിടെ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത് എന്നൊന്നും റിപ്പോർട്ടിൽ പറയുന്നില്ല. അതിന്റെ കാരണമായി പറയുന്നത് സുരക്ഷാ കാരണങ്ങളാൽ ലൊക്കേഷൻ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. ഈ ഒരു ഡ്രോണിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 240 മില്യൺ അമേരിക്കൻ ഡോളറാണ്. ഏതാണ്ട് 2000 ഇന്ത്യൻ രൂപ വരും. സോ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വിമാനം അല്ലെങ്കിൽ ഒരു ഡ്രോൺ ഇറാനുമായിട്ടുള്ള ആക്രമണത്തിലാണ് തകർന്നത്. എത്രയോ യുദ്ധവിമാനങ്ങൾ തകർന്നു, F-35 പരിക്ക് പറ്റി, ഡ്രോണുകൾ തകർന്നു. കൂട്ടത്തിൽ വളരെ അത്യാധുനികമായിട്ടുള്ള ഒരു ഡ്രോൺ കൂടി അമേരിക്കയ്ക്ക് നഷ്ടമായിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ യുദ്ധത്തിൽ ട്രംപ് ഭരണകൂടത്തിനേറ്റ എത്രമാത്രം തിരിച്ചടികളിൽ ഒന്നാണിതെന്നും. ലോകത്തിൻ്റെ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ആക്രമിക്കാനുള്ള ലൈസൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കയറിക്കൊടുത്തതാണ്. ഇവിടെ ഇറാൻ്റെ എല്ലാ പ്രവൃത്തികളെയും ശരിയാണെന്നോ ഇറാൻ ഭയങ്കര നന്മ നിറഞ്ഞൊഴുകുന്ന രാജ്യമാണെന്നോ ഉള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇസ്രയേലിനെയും അമേരിക്കയും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന പണിയൊക്കെ ഇറാൻ എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇസ്രയേലിനെ. ഇപ്പം ഇസ്രയേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇറാൻ ഇല്ലാതാകണമെന്നും ഇറാൻ ഇറാൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇസ്രയേൽ ഇല്ലാതാകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് രണ്ട് രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതേസമയം തന്നെ ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടൽ പല സ്വാർത്ഥ താല്പര്യങ്ങളും വെച്ചുകൊണ്ട് കൂടിയായിരുന്നു. ആ താല്പര്യങ്ങൾക്കെല്ലാം തിരിച്ചടി നേരിട്ടു എന്ന് മാത്രമല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അമേരിക്കയെ എക്സ്പോസ് ആക്കി. അമേരിക്കൻ ആയുധങ്ങളുടെ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇത്രയ്ക്കേ ഉള്ളൂ ഈ സാധനത്തിൻ്റെ വാല്യൂ എന്ന് ലോകത്തിന് മനസ്സിലായി. ഇപ്പോൾ അമേരിക്കയുടെ നേവി സെക്രട്ടറി ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. ഇതുപോലെ നിരവധി അമേരിക്കയുടെ സൈനിക ഉദ്യോഗസ്ഥര്, തലവന്മാര്, സെക്രട്ടറിമാര്, അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരും രാജിവെച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ തന്ത്രപരമായ പിഴവ് പറ്റിയെന്നാണ് പല പ്രതിരോധ വിദഗ്ധരും കണക്കുകൂട്ടുന്നത്. ഇറാനെ മനസ്സിലാക്കുന്നതിൽ, ഇറാന്റെ സൈനിക ശേഷി കൃത്യമായിട്ട് വിലയിരുത്തുന്നതിൽ അമേരിക്കയ്ക്ക് അപാകത പറ്റിയിട്ടുണ്ട്. ഇറാൻ ഒരു മിഡിൽ പവർ എന്ന നിലയിൽ മാത്രമല്ല, ഇറാൻ ഒരു റീജിയണൽ പവർ കൂടിയായിരുന്നു. ഇറാന്റെ കൈവശം അത്യാവശ്യം തരക്കേടില്ലാത്ത ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. യുദ്ധത്തിലാണെങ്കിലും സൈന്യത്തിലാണെങ്കിലും എല്ലാത്തിലും അവർക്കൊരു കൃത്യമായ സിസ്റ്റം ഉണ്ട്. ഹമാസിനെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇറാനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഹമാസിന്റെ നേതാവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കമാൻഡ് മേഖലയിലുള്ള അവരുടെ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹമാസ് എന്ത് ചെയ്യണം എന്നറിയാതെ നട്ടം തിരിയും. ഇറാൻ അങ്ങനെയല്ല. ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ ഉടനടി അടുത്ത ആൾ ആ ചുമതലയിലേക്ക് വരികയാണ്. അതായത് ഒരു വലിയ രാജ്യമാണത്, ഒരു സിസ്റ്റം അവിടെയുണ്ട്. അപ്പം അവിടെ പോയിട്ട് ചൊറിയുമ്പോൾ ആലോചിച്ച് ചെയ്യണം. അല്ലെങ്കിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് സ്വീകരിച്ചതുപോലെ തന്ത്രപരമായ ആക്രമണങ്ങൾ ചെയ്യണം. അധികം യുദ്ധം നീട്ടിക്കൊണ്ടു പോകാതെ പെട്ടെന്ന് തന്നെ ശത്രുവിനെ മുട്ടുകുത്തിക്കുന്ന തരത്തിൽ, ഇനി യുദ്ധം ചെയ്താൽ ഞങ്ങൾ തോറ്റുപോകും, തൽക്കാലം നിർത്തുന്നതാണ് നല്ലത് എന്ന് ശത്രുവിന് തോന്നണം. ആ നിലയ്ക്ക് അവരെ സമ്മർദ്ദത്തിലാക്കി അവരെ കൊണ്ട് അടിയറവ് പറയിക്കാൻ കഴിയണം. അതിനിവിടെ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വിഭജിച്ച് നിന്ന അമേരിക്കൻ ജനങ്ങളെയൊക്കെ ഒന്നിപ്പിച്ച് വിഘടനവാദികളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കൂടി ഭരണകൂടത്തിന് അനുകൂലമാക്കി മാറ്റുന്ന തരത്തിൽ അവരുടെ പരമോന്നത നേതാവിനെ അടക്കം വധിച്ചുകൊണ്ട് ചരിത്രപരമായ മണ്ടത്തരങ്ങൾ കുറേ ഈ യുദ്ധത്തിൽ അമേരിക്ക കാണിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അമേരിക്കൻ ആയുധങ്ങൾ, ഇമാതിരി ലോക്കൽ സാധനം, നമ്മൾ മുമ്പ് ചൈനയുടെ ഐറ്റങ്ങളെയാണ് ഇങ്ങനെ കളിയാക്കുന്നത്. അമേരിക്കൻ്റെ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ ക്വാളിറ്റി ഉള്ള സാധനമാണെന്നുള്ള ഒരു പറച്ചിൽ പൊതുവെ ഇവിടെ ഉണ്ടായിരുന്നു. ചാത്തൻ സാധനങ്ങളാണ് അമേരിക്ക അടിച്ചിറക്കി വെക്കുന്നത് എന്നുള്ളത് ലോകം കണ്ടത് ഈ യുദ്ധത്തിലാണ്. സോ അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ ആയുധങ്ങളൊക്കെ ഏറെക്കുറെ ഒരേ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്, ചാത്തനാണ്. ഒന്നാമത്തെ കാര്യം, ഈ അമേരിക്കൻ ആയുധങ്ങളെല്ലാം മോശമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഒന്നാമത് ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. കണ്ടില്ലേ, ഒരു ഡ്രോൺ വീണ 2000 കോടി രൂപ തീർന്നു കിട്ടും. അമ്മാതിരി അവസ്ഥയാണ്, അത്ര എക്സ്പെൻസീവ് ആണ്. ഇത് തീരെ മോശമാണെന്ന അഭിപ്രായമില്ല. പക്ഷെ ഇവർ കൊട്ടിഘോഷിക്കുന്നത് പോലെ എന്തോ ആർക്കും തകർക്കാൻ കഴിയാത്ത മറ്റേ ഈ ഉരുക്ക് പോലെ ഉറച്ച കോട്ടയെന്നൊന്നും പറയുന്ന പോലൊന്നുമില്ല. അമേരിക്കൻ ആയുധങ്ങളൊക്കെ ഇറാന്റെ 4-3-7 രൂപയ്ക്ക് ഉണ്ടാക്കിയ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും തകർക്കാനേ ഉള്ളൂ എന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ യുദ്ധത്തിൽ. ട്രംപിന്റെ അഹങ്കാരം, പ്ലാനറ്റ് എർത്തിലെ മോസ്റ്റ് പവർഫുൾ രാജ്യം എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടല്ലോ, അതിൻ്റെ ചിറകരിയാൻ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. ഇറാനും ഭയങ്കരമായിട്ട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. പുരാതന ഇന്ത്യയിൽ അതൊക്കെ കണ്ട് മടുത്തിട്ടാണ് അഹിംസാവാദം നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നോട്ട് ആ ഒരു ഫിലോസഫി മുന്നോട്ട് വെച്ചത്. നമ്മൾ മഹാഭാരത യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്.
അതുപോലെ തന്നെ കലിംഗ യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ യുദ്ധങ്ങളിൽ ആരും ജയിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞൊരു വലിയൊരു ചരിത്രമുള്ള രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എപ്പോഴും പറയുന്നത് യുദ്ധമല്ല, അതൊന്നിനും പരിഹാരമല്ല, ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇതൊന്നും മനസ്സിലാക്കാതെ അമേരിക്ക അങ്ങ് ചാടി ഇറങ്ങി പുറപ്പെട്ട് ഇതാ പോയി മറ്റേ വെനസ്വേലൻ പ്രസിഡന്റിനെ അങ്ങ് തീർത്ത് വെനസ്വേല പിടിച്ചെടുത്തതുപോലെ ഇവിടെ അങ്ങ് ചെയ്യാം എന്ന് അവർ വിചാരിച്ചെടുത്താണ് അവർക്ക് തെറ്റിയത്. അതിലുപരിയായിട്ട് ഏഷ്യൻ ശക്തികളെ വില കുറച്ച് കണ്ട് സായിപ്പ്. ഇവിടെ എനിക്ക് ഇറാനോട് ഏറ്റവും താല്പര്യമുള്ള ഒരു മേഖല, സായിപ്പിനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അവരാണ് മനുഷ്യരാശിയെ അങ്ങ് ടെക്നോളജി പരമായും സകല മേഖലയിലും അങ്ങ് വളർത്തി അങ്ങ് ഉണ്ടാക്കിയെടുത്തെന്നൊരു ധാരണയുണ്ടായിരുന്നു. അതപ്പാടെ മാറി കിട്ടിയിട്ടുണ്ട്. അതായത് മനുഷ്യൻ അവൻ്റെ ജേണി പരിശോധിച്ചാൽ, ഹിസ്റ്ററി പരിശോധിച്ചാൽ, മനുഷ്യ സമൂഹം പുരോഗതിയിലേക്ക് വന്ന നിർണായക കാലഘട്ടങ്ങളിലെല്ലാം ലോകത്തിൻ്റെ മേധാവിത്വത്തിൽ നിന്നിരുന്നത് ഏഷ്യൻ സിവിലൈസേഷൻസ് ആണ്. അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ മാത്രമല്ല, അത് സുമേറിയൻ ആണെങ്കിലും അഥവാ മെസപ്പൊട്ടോമിയൻ ആണെങ്കിലും അല്ലെങ്കിൽ പേർഷ്യൻ കൾച്ചർ ആണെങ്കിലും ചൈനീസ് കൾച്ചർ ആണെങ്കിലും ഇതൊക്കെ ഒരു കാലത്ത് വേൾഡിലെ ടോപ്പ് ലെവലിൽ നിന്ന സിവിലൈസേഷൻസ് ആണ്. അതിനുശേഷം ഒരു 5-6 നൂറ്റാണ്ട് മുമ്പാണ് പറയത്തക്ക സോ കോൾഡ് മറ്റേ നമ്മുടെ ഈ പറയുന്ന ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചർ ഈ കാണുന്ന രൂപത്തിലേക്ക് വരുന്നതിനൊരു കാരണമായത്. അപ്പോൾ ഇവരാണ് എല്ലാം ഉണ്ടാക്കിയെന്നൊരു അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏഷ്യൻ ശക്തിയുടെ മുമ്പിൽ ഒരിക്കൽ കൂടി അമേരിക്ക പരാജയപ്പെടുകയാണ്. എത്ര തവണ ഏഷ്യൻ ശക്തികളുടെ മുന്നിൽ അമേരിക്ക പരാജയപ്പെട്ടു? അഫ്ഗാനിസ്ഥാൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു, അതുപോലെ തന്നെ ഇപ്പോൾ അതാ ഇറാൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു, മുമ്പ് വിയറ്റ്നാമിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. ഏഷ്യൻ രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയാതെ അവരുടെ മുന്നിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുർബല ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇപ്പോൾ ദാ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് യുദ്ധമെന്നും പറഞ്ഞുകൊണ്ട് കയറി പോയിട്ടുണ്ടായിരിക്കുന്നത്. എന്നാൽ അത് സമ്മതിച്ചു തരുമെന്ന് വെച്ചാൽ അതുമില്ല. ഒടുക്കത്തെ ഈഗോയാണ്. ഇതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. ഇത്രയും നഷ്ടങ്ങൾ സംഭവിച്ചാലും ഇത് ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കഴുകാനാണ് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഇറാൻ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്കയെ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് തന്നെ പറയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.